നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീകാന്ത്. ഇടവിട്ട് വായ്പുണ്ണുണ്ടാവുക, 1-2 ആഴ്ച കൂടുമ്പം അല്ലെങ്കിൽ എല്ലാ മാസത്തിലും വായ്പുണ്ണ് വരിക, റെക്കറൻറ്റ് ആഫ്തസ് അൾസറേഷൻ. ഇത് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. എന്താണ് ഇങ്ങനെ ഇടവിട്ട് വായ്പുണ്ണ് വരാനുള്ള കാരണങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട കോസ് എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. വളരെയധികം ടെൻഷൻ അടിക്കുന്ന ആളുകളിൽ, ഉറക്കത്തിൻ്റെ സൈക്കിള് കറക്റ്റ് ഇല്ലാത്ത ആളുകളിൽ, ടൈപ്പ് എ പേഴ്സണാലിറ്റി, ചെറിയ കാര്യങ്ങൾക്ക് വരെ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന വ്യാകുലപ്പെടുന്ന ആളുകളിൽ ഒക്കെ ഇതുപോലെ ആഫ്തസ് അൾസറേഷൻ റെക്കറൻ്റ് ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മറ്റൊരു കോസാണ്, പ്രധാനപ്പെട്ട ഒരു കോസാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. വൈറ്റമിൻ B12, സിങ്ക്, അയൺ, ഫോളിക് ആസിഡ് പോലെയുള്ളവയുടെ ഡെഫിഷ്യൻസി മൂലവും ഇടപെട്ട് വായ്പുണ്ണ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. മറ്റൊരു കോസാണ് മെക്കാനിക്കൽ കോസ്. അതായത് പല്ലിൻ്റെ ഷാർപ്പ് എഡ്ജസ് നിരന്തരം കൊണ്ട് ഇടവിട്ട് വായ്പുണ്ണ് വരിക. അതുപോലെ തന്നെ അൺകൺട്രോൾഡ് ഡയബറ്റീസ്, പ്രമേഹം അനിയന്ത്രിതമായിട്ട് കൂടി നിൽക്കുന്ന ആളുകളിൽ, ഉദര സംബന്ധമായ രോഗങ്ങളുള്ളവരിൽ, പെപ്റ്റിക് അൾസർ, അൾസറേറ്റീവ് കോളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് പോലെയുള്ള രോഗങ്ങളുള്ളവരിലും ഇത്തരത്തിൽ വായ്പുണ്ണ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. മറ്റൊരു കോസാണ് ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ, ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി കുറഞ്ഞു നിൽക്കുന്ന ആളുകളിൽ, അല്ലെങ്കിൽ അത്തരം രോഗങ്ങൾ ഉള്ളവരിൽ, അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഇടവിട്ട് വായ്പുണ്ണ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്തൊക്കെയാണ് ഇത്തരത്തിൽ റെക്കറൻറ്റ് ആഫ്തസ് അൾസറേഷൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഏറ്റവും പ്രധാനമായിട്ട് സ്ട്രെസ്സ് ഒഴിവാക്കുക, ഉറക്കം കറക്റ്റാക്കുക. അതുപോലെ തന്നെ ചിക്കൻ, കോഴിമുട്ട, കടല, മൈദ പോലെയുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക. പാക്കറ്റിൽ വരുന്ന ആട്ട, മൈദയൊക്കെ മാക്സിമം, ഗ്ലൂട്ടൻ കണ്ടൻറ്റ് ചേർന്ന ഭക്ഷണങ്ങൾ മാക്സിമം കുറയ്ക്കുക. ഗോതമ്പൊക്കെ വീട്ടിൽ തന്നെ മേടിച്ച് ഉണക്കി പൊടിപ്പിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഉപ്പ് വെള്ളം വായിൽ കൊള്ളുക. അതായത് ഒരു ഗ്ലാസ് നേരിയ ചൂടുവെള്ളത്തിൽ 1/2 സ്പൂണെങ്കിലും ഉപ്പ് ചേർത്ത് വേണം വായിൽ കൊള്ളാൻ. പേരയ്ക്ക, പപ്പായ പോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. എരിവ്, പുളി മാക്സിമം കുറയ്ക്കുക. പിന്നെ ആവശ്യമെങ്കിൽ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് നല്ലതാണ് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം. പിന്നെ എപ്പോഴാണ് ഇത്തരത്തിൽ ഇടവിട്ട് വായ്പുണ്ണ് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും പ്രധാനമായിട്ട് 1 സെൻറ്റിമീറ്ററിൽ കൂടുതൽ വായ്പുണ്ണ് വരിക, ഇത് 2 ആഴ്ചയിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക, മാറാതെ നിൽക്കുക. അതുപോലെ തന്നെ കഴലവീക്കത്തോടുകൂടി വായ്പുണ്ണ് വരിക. ഇങ്ങനെ നിരന്തരം വായ്പുണ്ണ് വരികയും ഒപ്പം ശരീരത്തിൻ്റെ ഭാരം കുറയുകയും ചെയ്യുക. ഇടവിട്ട് പനിയും ഇതിനോടൊപ്പം കാണുക തുടങ്ങിയ ലക്ഷണങ്ങളോടൊക്കെ വരികയാണെങ്കിൽ അത് തീർച്ചയായും ഒരു ഡോക്ടറെ കാണിക്കുകയും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യേണ്ടതാണ്.